ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഞാൻ വാർത്തകൾ കണ്ടു. അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന്. അത് കോടതി കൊടുക്കുമെന്നാണ്. കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കാര്യം. സർക്കാരിൻ്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. രണ്ടാമത് അത് ഏത് ഉത്തരവാണ് ചെയ്തത്? ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകളുണ്ട്. 2 ഉത്തരവുകൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ഈ 2 ഉത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് പരിഹരിച്ചിട്ട് വേണം അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വഖഫ് ഭൂമി ആണെങ്കിലും ഇത് നികുതി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോടതി പറഞ്ഞത് വഖഫ് ഭൂമി ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായില്ല. അപ്പോൾ ആ തെറ്റുകൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നികുതി സ്വീകരിക്കാൻ പറ്റുന്നത്. ഇത് കാപട്യമാണ്, സർക്കാരിൻ്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. അഫിഡവിറ്റ് ഒരു തരത്തിലും ഇവർക്ക് ഗുണം ചെയ്യില്ല. ഇപ്പോൾ നൽകാൻ പോകുന്ന അഫിഡവിറ്റ് ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം. സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യാൻ കാര്യം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ഫലം ഉണ്ടാകുമോ ഈ വിഷയം? അവർ ആ തെറ്റുകൂടി, ആ 2 ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അഫിഡവിറ്റ് കൊടുത്ത കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും. ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം. നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി നികുതി സ്വീകരിക്കലല്ല. ഇവർക്ക് പെർമനൻ്റ് ടൈറ്റിലാണ്. അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെർമനൻ്റ് റവന്യൂ ടൈറ്റിലാണ്, അവകാശമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ളത് സർക്കാരിന് ഒരു മറയാണോ? ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് സർക്കാരിന് ഒരു മറയാണോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വൈകിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് മനഃപൂർവ്വമായിട്ട് ഇത് വൈകിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് സർക്കാർ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ്. 10 മിനിറ്റ്. അത് ചെയ്യില്ല. അപ്പോഴല്ല ഇത് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾ സമയോചിതമായി ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു മതപരമായ സംഘർഷത്തിലേക്ക് ഇത് പോയില്ല. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ക്രൈസ്തവ ബിഷപ്പുമാർക്കും അവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നത് കൊണ്ടാണ് ഇത് സംഘപരിവാറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റാൻ അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.